പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിലെ സങ്കീർണ പ്രശ്നങ്ങളാൽ മനുഷ്യൻ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് ചർച്ച ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പനക്കലച്ച, ഞാൻ റോസ്ലിൻ, ഒരു സാധാരണ കുടുംബത്തിൽ അംഗമായ എന്നെ വിവാഹപ്രായമായപ്പോൾ കൂലിപ്പണിക്കാരനായ സെബാസ്റ്റ്യനെ കൊണ്ടാണ് വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചത്. ഭർത്താവുമായി 19 വർഷത്തോളം സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി. ഒരു മകനെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി. മകന് 14 വയസ്സുള്ളപ്പോഴാണ് ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ ഭർത്താവ് ഇഹലോകവാസം വെടിയുന്നത്. ഭർത്താവിൻ്റെ മരണശേഷം ഞാൻ മകനായ ബെന്നിയെ കഷ്ടപ്പെട്ട് BCom വരെ പഠിപ്പിച്ചു. എന്നാൽ 1 വർഷം മുൻപ് മുതൽ മകൻ ലഹരി വസ്തുക്കൾക്ക് അടിമയായി. അവന് കുറേ കൂട്ടുകാരുണ്ട്. അവരുമായി എപ്പോഴും കറക്കവും ചുറ്റലുമാണ്. കൂട്ടുകാരുമായി കുടിക്കുക, പാതിരാവിൽ വീട്ടിൽ കയറി വരിക, നേരം പുലരും വരെ മൊബൈലിൽ കാഴ്ചകൾ കാണുക, വല്ലപ്പോഴും മാത്രം ജോലിക്ക് പോവുക. എൻ്റെ ഏക പ്രതീക്ഷയായിരുന്ന മകന് സംഭവിച്ചിരിക്കുന്ന ഈ അവസ്ഥ മൂലം എനിക്ക് സമാധാനം ഇല്ലാതായിരിക്കുന്നു. എൻ്റെ മകനെ വീണ്ടെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അച്ഛ? പള്ളിയിലോ പ്രാർത്ഥനയിലോ ഒരു താല്പര്യവുമില്ലാത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ തളർന്നിരിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുകയും ഉചിതമായ മറുപടി നൽകുകയും ചെയ്യുമല്ലോ. റോസ്ലിൻ, ചേർത്തല. നമ്മൾ വായിച്ചു കേട്ട ഈ കത്തിൽ റോസ്ലിക്ക് ഏക ആശ്രയമായി നിൽക്കുന്ന മകനെക്കുറിച്ചുള്ള വേദനയും ദുഃഖവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോസ്ലിയുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് നീങ്ങി എന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. മകന് 14 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഭർത്താവ് ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. ഈ 14 വയസ്സ് ഉള്ള മകൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി കൂട്ടുകാരോട് വളരെയധികം ചേർന്ന് കൂട്ടുകാരുടെ അംഗീകാരവും സ്നേഹമൊക്കെ സ്വീകരിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ വീട്ടിൽ അപ്പൻ്റെ മരണവും അമ്മയുടെ ദുഃഖമൊക്കെ കാരണം വീടിനകത്ത് അവന് വലിയൊരു സന്തോഷമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും കൂട്ടുകാരോട് കൂടുതൽ അടുക്കാനിടയായിട്ടുണ്ടാകും. ആ കൂട്ടുകാരവന് കൊടുക്കുന്ന അംഗീകാരം, അവരുടെ കൂട്ടത്തിൽ നടക്കുന്നു, ഇതൊക്കെ അവരൊരു പക്ഷേ അപ്പൻ്റെ മരണമൊക്കെ മറക്കാനുള്ള ഒരു മാധ്യമമായി അവൻ കണ്ടെത്തിയിട്ടുണ്ടാകും. മാത്രമല്ല, ഈ കത്തിൽ പറയുന്നുണ്ട്, അമ്മ ഒരു പക്ഷേ ജോലിക്ക് പോകുന്നുണ്ടാവും, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അവനെ വളർത്തുന്നത്. അപ്പോൾ ഇവന് വീട്ടിൽ വരുമ്പോൾ സംസാരിക്കാനും കാണാനൊന്നും ആളില്ലേ. അപ്പോൾ അവന് ഡാഡിയുടെ മരണവും പിന്നെ വീട്ടിലെ ആ സന്തോഷമില്ലായ്മയും ഇതൊക്കെ ഒരു പടിവരെ അവനെ മറക്കാൻ അവനെ കൂട്ടുകെട്ട് അവനെ സഹായിച്ചിട്ടുണ്ട്. ഈ കൂട്ടുകാരാണെങ്കിൽ അവർക്ക് ഇതുപോലൊരു ഉത്തരവാദിത്വമൊന്നും അവർക്ക് ഇല്ല. അപ്പോൾ ഉത്തരവാദിത്വമില്ലാത്ത ഈ കൂട്ടുകാരുടെ ഇടയിൽ അവൻ ചെന്ന് ചാടിക്കഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ആ താല്പര്യവും അതൊക്കെ അവനിൽ നിന്ന് വിട്ടുപോവുകയും സ്വാഭാവികമായും ഇവരുടെ കൂടെ നടക്കുക, ഇവരുടെ അംഗീകാരം വാങ്ങിക്കുക, ഇവരിൽ നിന്ന് ലഭിക്കുന്ന വില കുറഞ്ഞ സന്തോഷം അനുഭവിക്കുക, ഈ രീതിയിലാണ് അവൻ മുന്നോട്ട് നീങ്ങിയത്. അപ്പോൾ വലിയ ഒരു അടിമത്തം
കൂട്ടുകാരോടുള്ള അടിമത്വം, അവർ എന്ത് പറഞ്ഞാലും അത് ചെയ്യാനുള്ള മനസ്സ്, അങ്ങനെ വലിയ ഒരു ബന്ധനമാണ് ഈ ബെന്നിയെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കൂട്ടുകാരെന്തു ചെയ്യുന്നു അതൊക്കെ അവരും ചെയ്യും. കാരണം എങ്കിലേ കൂട്ടുകെട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. എന്ന് വെച്ചാൽ കൂട്ടുകാരെ പ്രീതിപ്പെടുത്തി നിലനിൽക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക. അതെ. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് കൂട്ടുകാരിൽ നിന്ന് അവൻ ഈ ലഹരിയുടെ അടിമത്തത്തിലേക്ക് പയ്യെ ചെന്ന് വീഴുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് ഉള്ള ഒരു സന്തോഷവും അതിൽ ആനന്ദം കണ്ടെത്താനും ഒന്നും അവന് താല്പര്യം ഉണ്ടായിട്ടില്ല, അവനത് ശ്രമിച്ചിട്ടില്ല. രണ്ടാമത് അവൻ്റെ സന്തോഷം മുഴുവനും കൂട്ടുകാരെ സന്തോഷിപ്പിക്കുക, അവരെ കൂടെ നടക്കുക, അങ്ങനെയുള്ള ഒരു ജീവിതശൈലി അവനെ വളരെ ആഴത്തിൽ ബാധിച്ചു. അതിൻ്റെ ഭാഗമായി കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ മദ്യപാനം അതും അവനിൽ വളരെ ആഴമായി വേരൂന്നിരിക്കുകയാണ്. അത് അവൻ്റെ ഒരു മാനസികമായ നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ മദ്യപാനം ഇപ്പോൾ അവനിൽ പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇവനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് അമ്മയുടെ ചോദ്യം. അപ്പോൾ ആദ്യമായി അമ്മയോട് പറയുവാനുള്ളത്, ഭർത്താവിൻ്റെ ഈ മരണത്തെ നമ്മൾ അമ്മച്ചി ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. അതുപോലെ ആ മരണത്തെ സ്വീകരിക്കുവാൻ മകനെയും ഒരുക്കേണ്ടതായിരുന്നു. മകനെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പൻ ഇതാ മരണം വഴി വേർപിരിഞ്ഞു പോയ സ്ഥിതിക്ക് അപ്പൻ്റെ സ്ഥാനത്ത് ദൈവം വിശ്വാസപൂർവ്വം ഇവനെ ആ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ അവനെ കുറേശ്ശെ ഉത്തരവാദിത്തങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ഉത്തരവാദിത്തങ്ങൾ അവൻ നിർവഹിക്കുമ്പോൾ അവന് അത്യാവശ്യമായ അഭിനന്ദനവും അംഗീകാരവും നൽകുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സ് പയ്യെ വീട്ടിൻ്റെ ഉത്തരവാദിത്വത്തിലും ആ വീടിനോടുള്ള കടപ്പാടിലും ശക്തി പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തേക്കാൾ കൂടുതൽ സന്തോഷം ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസന്തോഷത്തിൽ കിട്ടണം. അതെ, ഇതിപ്പോൾ ചുമ്മാതെ നടക്കുന്നതും അലസ ജീവിതത്തിൻ്റെ സന്തോഷമാണ് അവൻ അനുഭവിച്ചിട്ടുള്ളത്, ഇപ്പം അനുഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതിൽ അവനുണ്ടാകുന്ന ഒരു സന്തോഷം, അതുവഴി അവന് ലഭിക്കുന്ന കുടുംബത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു നല്ലൊരു അഭിനന്ദനമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് വളരേണ്ടതിന് പകരം നേരെ ഓപ്പോസിറ്റായിപ്പോയി. അലസതയുടെ ജീവിതവും സുഖലോലുപതിയും അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു. അതുപോലെ തന്നെ ഈ മരണം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു വിളിയും കൂടിയാണ് അപ്പൻ്റെ മരണം. അപ്പോൾ കുടുംബം മുഴുവനും ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആ ദൈവാശ്രയത്തിൽ പല കാര്യങ്ങളും നിർവഹിക്കുമ്പോൾ ദൈവം അവർക്ക് നൽകുന്ന സംരക്ഷണവും അനുഗ്രഹങ്ങളും അതൊക്കെ അനുഭവിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തിനുള്ള ആശ്രയത്തിൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് തുടങ്ങും. ഇതിപ്പോൾ ഈ മകൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം കൂട്ടുകാരിൽ ആശ്രയിക്കുകയാണ്. ഞാൻ അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ഈ കൊച്ചുകുട്ടി ഇങ്ങനെ ഒരു 14 വയസ്സിലൊക്കെ അപ്പം മരിച്ചു പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് തന്നെ ഒരു ദേഷ്യം തോന്നില്ലേ? ശരിക്കും ഉണ്ടാവും. എൻ്റെ അപ്പനെ എടുത്ത് കൊണ്ടുപോയി എന്ന്. മരണത്തെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് പല രീതിയിലെടുക്കും. ദൈവത്തോടും കാണും. അവന് പല മരണം അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം അവൻ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുക.
ആ വേദനയാണ്. അപ്പോൾ അതിൽ നിന്ന് വേറെ ഏതെങ്കിലും കാര്യത്തിൽ മുഴുകി ആ ശ്രദ്ധ ശ്രദ്ധ മാറ്റി മാറ്റിയെടുക്കുക. അപ്പം ഇവൻ അതിന് ഏറ്റവും പറ്റിയ ഒരു മാർഗം കണ്ടത് കൂട്ടുകാരാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ അവന് ലഭിക്കുന്ന വലിയ ഒരു സപ്പോർട്ട്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതൊരു പക്ഷേ അവൻ്റെ അപ്പനും അമ്മയിൽ നിന്ന് അവന് കിട്ടാത്ത വണ്ണം അത്രയ്ക്ക് വലുതാണ് ദൈവം കൊടുക്കുന്ന സപ്പോർട്ട്. ആ സപ്പോർട്ട് കുറേശ്ശെ അനുഭവിച്ചറിയാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്ന വ്യക്തിയായിട്ട് അവൻ മാറും. പക്ഷേ ഇവിടെ അങ്ങനെ അവന് നിർവഹിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് കൂട്ടുകാരിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിട്ട് അവൻ പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയായി തീരുമ്പോഴാണ് അവൻ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം അതിലേക്ക് ഈ മകനെ തിരിച്ചുവിടുന്നതിന് പകരം ഈ അമ്മച്ചി എന്നെ അപ്പനോ ഇല്ല, ഇനി മകനെ നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മകന് വേണ്ടി അവനെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി അവനെ പഠിപ്പിക്കാൻ വേണ്ടി അമ്മച്ചി കഠിനാധ്വാനം ചെയ്യുന്നു. അപ്പോൾ അമ്മയുടെ ത്യാഗം, അമ്മയുടെ കഷ്ടപ്പാട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് അമ്മയോട് ഉണ്ടാകുന്നത് ഒരു അനുകമ്പയാണ്. അമ്മയ്ക്ക് അതാണ് അമ്മയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ മകനിൽ നിന്ന് ഒരുതരം സഹതാപം പിടിച്ചു പറ്റി, അനുകമ്പ പിടിച്ചു പറ്റി, അങ്ങനെയാണ് ഈ അമ്മച്ചി മുന്നോട്ട് അമ്മയിൽ നിന്ന് അനുതാപം, അമ്മയിൽ നിന്ന് അനുകമ്പ, മകനിൽ നിന്ന് അനുകമ്പ, അതെ, മകനിൽ നിന്ന് അനുകമ്പ പിടിച്ചു പറ്റി അമ്മ മുന്നോട്ട് നീങ്ങുന്നു. അമ്മ അതിൽ ഒരു പരിധി വരെ സന്തോഷിക്കുന്നുണ്ടാകും. പക്ഷേ അതുകൊണ്ട് മകൻ വളരുന്നില്ല. മകൻ വളരണമെങ്കിൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമാണ് അവന് ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുള്ളൂ. അപ്പോൾ ദൈവം അവന് നൽകുന്ന ഓരോ ചെറിയ അനുഗ്രഹങ്ങൾക്കും അവന് ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് അതവനെ സഹായിക്കും. അപ്പോൾ അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം, അതാണ് ഏറ്റവും വലിയ ശക്തിയും നിലനിൽക്കുന്നതും, അതിന് പകരം കൂട്ടുകാരിൽ ആശ്രയിക്കുന്ന ഒരു ബന്ധനമാണ് ഇവനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ മുടിയനായ പുത്രനിൽ പറയുന്നുണ്ട് ഉപമയിൽ, അവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സമ്പത്ത് മേടിച്ച് കൂട്ടുകാരോടൊത്ത് രസിച്ച് നടന്നു. അപ്പോൾ ഒരു വലിയ അപകടകരമായ ഒരു പ്രതിസന്ധിയാണ്. നല്ല കൂട്ടുകാരില്ലെങ്കിൽ നമ്മൾ നശിച്ചു എന്നുള്ളതാണ് ശരി. കൂട്ടുകാരിൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളെ കീഴ്പ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരുടെ സുഖങ്ങൾ, ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് പോയി വ്യതിചലിക്കും. കാരണം കൂട്ടുകാർ തരുന്ന വില കുറഞ്ഞ സന്തോഷത്തിനകത്തിരിക്കും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഗൗരവമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഒരു വ്യക്തിക്ക് കഴിയുന്നത്. അങ്ങനെയാണ് അവൻ്റെ വ്യക്തിത്വവും എല്ലാം വളർന്നു വരിക. ഇതിപ്പോൾ അവന് ആ 14 വയസ്സിന് ശേഷം ഉള്ള ശരിയായ ഒരു വ്യക്തിത്വ വളർച്ച ഉണ്ടായിട്ടില്ല. അതുണ്ടാകാത്തതിന് പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മകനായി അവനെ അമ്മച്ചി പരിശീലിപ്പിച്ചിട്ടില്ല. ഈ അച്ഛൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നത്. ഇപ്പം എൻ്റെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും പല ഉത്തരവാദിത്തങ്ങളും നിർബന്ധപൂർവ്വം ഏൽപ്പിച്ചു. അത് ചെയ്യാതെ നിവൃത്തിയില്ലേ. പക്ഷെ ഇപ്പോൾ അന്ന് അവരെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിൽ. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം ജോലികളാണോ ഞാൻ മാതാപിതാക്കൾക്കും കുടുംബത്തിനും വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത്, അതിലാണ് ഇപ്പോൾ വയസ്സാം കാലത്ത് എനിക്ക് ആനന്ദിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഞാൻ കണ്ട സുഖങ്ങളിലൊന്നും ഒരു ആനന്ദമില്ല. തീർച്ചയായും. അപ്പം അച്ഛൻ പറഞ്ഞത് വളരെ കൃത്യമാണ് പറയുന്നത്. ഇപ്പം ദൈവത്തിൽ ഈ ആശ്രയിക്കുന്ന വ്യക്തിയാക്കി ഇവനെ വളർത്തിക്കൊണ്ട് വരിക എന്ന ദൗത്യത്തിൽ ഈ അമ്മച്ചി പരാജയപ്പെട്ടു. അപ്പോൾ ഇനിയെങ്കിലും അമ്മച്ചി ആ തെറ്റൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അവനെ തമ്പുരാനിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിട്ട് കൊണ്ടുവരിക. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും
ദൈവം അവനെ പല വിധത്തിൽ അനുഗ്രഹിക്കുകയും അവന് തന്നെ അത്ഭുതം തോന്നും, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, എന്നെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം എന്നിലുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു അവബോധം ആത്മീയമായിട്ട് ദൈവം അവന് കൊടുക്കും. അപ്പോൾ അത് പ്രാപിക്കുക, ആ രീതിയിൽ മാത്രമാണ് ഇവന് ഇന്ന് മോചനം പ്രാപിക്കാനുള്ളൊരു വഴി. മൂന്നാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത്, അവൻ ഒരുപക്ഷേ ഈ ലഹരിയുടെ ഗുരുതരമായ തകരാറുകളെക്കുറിച്ച് അവൻ അറിവുണ്ടാകണമെന്ന് നിർബന്ധമില്ല. എൻ്റെ കൂട്ടുകാർ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്കും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഇവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു വഴിത്താരയിലേക്കാണ്. കാരണം ഇവൻ്റെ ശാരീരിക ആരോഗ്യം നശിക്കുന്നു, മാനസികാരോഗ്യം തകരുന്നു, ആത്മീയമായിട്ട് തകരുന്നു, സോഷ്യലായിട്ടുള്ള റിലേഷൻഷിപ്പ് മുഴുവൻ തകരാൻ പോകുന്നു. ഈ വലിയ അപകടത്തെ അവൻ തിരിച്ചറിയുന്നില്ല. കാരണം അവൻ മദ്യപിക്കാൻ തുടങ്ങിയാലും ഒറ്റപ്പെട്ട് വരുന്നല്ലേ മയക്കുമരുന്ന്. അല്ല, ഇവനിപ്പോൾ കൂട്ടുകാരുടെ കൂട്ടത്തിലാണ്, അതിന് പുറത്തൊരു ലോകമില്ലാണ്ടായി മാറും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചെയ്യുന്നു, അവർക്കെന്താ കുഴപ്പമിരിക്കുന്നു, അതുകൊണ്ട് അവർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാം, അവരിൽ ഒരുവനായിട്ട് ഞാൻ നിൽക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഭവിഷ്യത്ത് എന്തെന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. സുഭാഷിതം 20:1, വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്, അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. അതുപോലെ തന്നെ സുഭാഷിതം 23:31 പോലുള്ള വാക്യങ്ങൾ, ചഷകങ്ങളിൽ വീഞ്ഞ് ചമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്, അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല, അവരെന്നെ പ്രഹരിച്ചു, എനിക്കേറ്റില്ല, ഞാൻ എപ്പോഴാണ് ഉണരുക, ഞാൻ ഇനിയും കുടിക്കും. ഇങ്ങനൊരു ഭീകര അവസ്ഥയിലേക്കാണ് ഈ മകൻ ചെന്ന് വീഴാനായിട്ട് പോകുന്നത്. അപ്പോൾ ബൈബിളിൽ ഈ തിരുവചനം തന്നെ അവനെ ഒന്ന് കാണിച്ചു കൊടുത്ത് പല പ്രാവശ്യം അതൊന്ന് വായിക്കാനും മദ്യത്തിൻ്റെ ഈ വളരെ ദോഷകരമായ ഈ മേഖല പല ഉദാഹരണങ്ങൾ വഴി അവനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് വലിയ ഒരു സഹായകരമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവനെ അമ്മയിൽ ആശ്രയിക്കുന്ന വ്യക്തിയോ മറ്റെങ്ങും ആക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാക്കി അവനെ രൂപാന്തരപ്പെടുത്തി എടുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അമ്മയ്ക്ക് തന്നെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതെ. അപ്പം അതുകൊണ്ട് പിന്നെ അടുത്തതായി അമ്മച്ചിയോട് പറയാനുള്ളത്, അമ്മച്ചി ഈ മകനിൽ വളരെയധികം ഡിപ്പെൻഡൻ്റാണ്. അത് കാരണം അമ്മച്ചി നാളെ എല്ലാം കാണുന്നത് മകനെ കേന്ദ്രമാക്കിയാണ്. ആ മകനെ കേന്ദ്രമാക്കി കാണുമ്പോഴേക്കും ആ ഓരോ ചിന്തയും അമ്മച്ചിയെ തളർത്തുകയുള്ളൂ. കാരണം പ്രതീക്ഷിക്കാവുന്ന പലതും കാണുന്നില്ല. അതുകൊണ്ട് അമ്മച്ചി ദൈവത്തെ കേന്ദ്രമാക്കി തന്നെ വാസ്തവത്തിൽ ചിന്തിക്കാൻ തുടങ്ങണം. അമ്മച്ചിയുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ അമ്മച്ചി തിരിച്ചറിയണം. ഒരുപക്ഷെ മകന് 14 വയസ്സ് പ്രായമുള്ളപ്പോൾ പിന്നെ
അപകടത്തിലാണ് ഭർത്താവ് മരിച്ചതെങ്കിലും നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് ജനനവും മരണവും ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റുകയില്ല. ദൈവം ആ ഭർത്താവിനെ സ്വീകരിച്ചു. അപ്പോൾ ഇതിൽ നിന്നും ദൈവത്തിൻ്റെ ആ പദ്ധതി ഒന്ന് മനസ്സിലാക്കണം. പ്രഥമദൃഷ്ടിയ നമ്മുടെ ബുദ്ധിയുടെ മുമ്പിൽ പോലും നമുക്ക് അത്ര ശുഭകരമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവിക പദ്ധതിയിൽ അതിനൊരു അർത്ഥം ഉണ്ടാകും. ദൈവിക പദ്ധതിയിൽ ദൈവം അതിനെ നന്മയാക്കി മാറ്റുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പം അതുകൊണ്ട് ആ നന്മയുടെ പദ്ധതി ദൈവം സംസാരിച്ചു കൊണ്ടിരിപ്പുണ്ട് സംഭവിച്ച കുടുംബ അനുഭവങ്ങളിലൂടെ. അപ്പോൾ അതിനാൽ ഈ അമ്മച്ചി മനസ്സിലാക്കണം, ഇത് എന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നവളാക്കി മാറ്റുവാൻ ഈ മരണം വഴി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ അമ്മച്ചി മാറാൻ തുടങ്ങുമ്പോൾ അത് തന്നെ ആ കുടുംബത്തിലേക്ക് ദൈവകൃപ ഒഴുകുവാനും അതുപോലെ അമ്മച്ചിയുടെ പ്രാർത്ഥനയ്ക്കുമൊക്കെ അത്ഭുതകരമായ ശക്തി അവിടെ ഉണ്ടാകും. തന്നെയുമല്ല ആ മകൻ്റെ പോരായ്മ മനസ്സിലാക്കി വേണ്ടതുപോലെ അവനെ ആത്മീയമായി നയിക്കുവാനുള്ള ശക്തി, പരിശുദ്ധാത്മ ശക്തി ഈ അമ്മച്ചിക്ക് കിട്ടുകയും ചെയ്യും. സ്നേഹമുള്ളവര്, ഒരു അമ്മയുടെ ദുഃഖത്തിനാണ് അച്ഛൻ മറുപടി നൽകുന്നത്. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് അച്ഛൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്നാമതായി, ഇവൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി കൂട്ടുകാർ നൽകുന്ന സന്തോഷത്തിൽ അഭിരമിക്കുകയാണ്. അവൻ ആ സന്തോഷമാണ് ഏറ്റവും വലുതെന്ന് അവൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അപ്പൻ്റെ മരണം അവനെ ദൈവത്തിൽ ആശ്രയിക്കാനല്ല കൂടുതൽ സഹായിച്ചത്, കൂട്ടുകാരിൽ ആശ്രയിക്കാനാണ്. അതാണ് അവന് പറ്റിയുള്ള ഒരു അബദ്ധമെന്ന് അച്ഛൻ ആദ്യം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അവനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? അവന് ദൈവാശ്രയബോധം ഉണ്ടാക്കുകയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഇപ്പോൾ ആ ദൈവാശ്രയബോധം ഉണ്ടാക്കുകയും ഉത്തരവാദിത്തങ്ങൾ അവനെ കൊണ്ട് ഏറ്റെടുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവനെ വളർത്തണം. അതിനായി അമ്മ എന്ത് ചെയ്യണം? അമ്മയുടെ വന്നുപെട്ടിട്ടുള്ള ഒരു പ്രശ്നം അച്ഛൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ അമ്മ കഷ്ടപ്പെടുന്നു, ആ കഷ്ടപ്പാട് മകൻ കാണുന്നു, മകൻ അമ്മയ്ക്ക് ഒരു സിമ്പതി കൊടുക്കുന്നു, അതിലമ്മ സന്തോഷം കണ്ടെത്തുന്നു. അപ്പം അമ്മ സന്തോഷം കണ്ടെത്തുന്നത് മകനിലാണ്, ദൈവത്തിലല്ല. ഭർത്താവ് മരിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ദൈവത്തിലേക്കാണ് ആശ്രയിക്കേണ്ടത്. അതിന് പകരം അമ്മയിലുള്ള ഭാവം മകനെ ആശ്രയിക്കാനാണ്. മകനെ ആശ്രയിച്ചിട്ട് പ്രതീക്ഷിച്ചതൊന്നും മകന് കാണാത്ത ഒരു ദുഃഖമാണ് ഈ കത്തിലൂടെ പ്രകടമാകുന്നത്. അതുകൊണ്ട് അമ്മ തന്നെ എൻ്റെ കഷ്ടപ്പാടിൽ എന്നെ സഹായിക്കുക ദൈവമാണ് എന്ന ബോധ്യത്തിലേക്ക് കൂടുതൽ വളരണം. അതാണ് അമ്മയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമതായി, ഈ അച്ഛൻ ചൂണ്ടിക്കാണിച്ച വചനഭാഗങ്ങളിൽ വീഞ്ഞ് ഒരുവനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് കാണിക്കുകയാണ് മദ്യപാനം. അത്തരം കാര്യങ്ങൾ അവനോട് പറയുമ്പോൾ അമ്മ മകനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭാവമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ അമ്മ പറയുന്നത് എന്താണെന്ന് അവന് മനസ്സിലാവുകയും അമ്മയ്ക്ക് എങ്ങനെയാണ് മകനെ ദൈവത്തിലേക്ക് എത്തിക്കേണ്ടതെന്ന വഴികൾ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കും എന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛാ, എന്തായാലും ഉത്തരവാദിത്വത്തിലേക്ക് വരാനുള്ള ഒരു ആഹ്വാനമാണ് അതിലേക്ക് വളർത്താൻ. നമുക്ക് ഈ അമ്മയ്ക്ക് വേണ്ടിയും ഇതുപോലെ കഷ്ടപ്പെടുന്ന അനേകം കുട്ടികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ കർത്താവേ, ഞങ്ങളിപ്പോൾ വായിച്ച ആ കത്തിൽ ആ അമ്മയുടെ ദുഃഖവും മകൻ വഴിതെറ്റി പോകുന്ന ദയനീയമായ അവസ്ഥയും ഇന്ന് അനേകം കുടുംബങ്ങളിൽ കാണുന്ന ഒരു ചിത്രമാണ്. വേദനാജനകമായ ഈ ചിത്രത്തെ തിരുമുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവനാഥ, അങ്ങിൽ ആശ്രയിക്കുക, അങ്ങ് തരുന്ന ആ വലിയ സ്നേഹം ആഴത്തിൽ അനുഭവിക്കുക.
ദൈവത്തെ കേന്ദ്രമാക്കി നാളെ കാണാൻ തയ്യാറാകുക, മറ്റൊരുവരിലും ആശ്രയിക്കാതിരിക്കുക. ഈ ആത്മീയ അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവെ ഈ കുടുംബത്തിനും സമാന വേദനയിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബത്തിനും നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തോത്രം. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് പനക്കലച്ചൻ കത്ത് തിരഞ്ഞെടുത്ത് ചർച്ച ചെയ്ത് ഉപദേശങ്ങൾ നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.